മദ്യനയത്തിൽ പ്രായോഗിക മാറ്റം വരുത്തുമെന്ന് ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. കോടതി വിധിയും വിമർശനങ്ങളും കണക്കിലെടുത്താവും മാറ്റം വരുത്തുകയെന്നും ഉമ്മൻചാണ്ടി വിശദീകരിച്ചു. KPCCയുടെയും UDFിൻ്റെയും മദ്യനയമല്ല സർക്കാരിൻ്റേതെന്ന് നിയമസഭയിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എക്സൈസ് മന്ത്രി കെ ബാബുവും മുന്നോട്ട് പോകുന്നത്. മദ്യനയം സംബന്ധിച്ച് നിയമസഭയിൽ VM സുധീരനെ തള്ളി സർക്കാർ പ്രസ്താവന നൽകിയിരിക്കുകയാണ്. മന്ത്രി കെ ബാബുവാണ് VM സുധീരൻ്റെ നിലപാടിനെ നിയമസഭയിൽ തള്ളിയത്. അഡ്വക്കേറ്റ് ജനറലിനെതിരായ സുധീറിൻ്റെ ആക്ഷേപം ശരിയല്ലെന്ന് ബാബു പറയുന്നു. KV അബ്ദുൽ ഖാദറിൻ്റെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ബാബു നിലപാട് വ്യക്തമാക്കിയത്. ചോദ്യോത്തരവേളയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ വിഭാഗത്തിൽ KV അബ്ദുൽ ഖാദർ MLA ഉന്നയിച്ച ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് KPCC പ്രസിഡന്റ് VM സുധീരനെ തള്ളി എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു നിലപാട് വ്യക്തമാക്കിയത്. ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിനെതിരെ പ്രസ്താവന നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു KV അബ്ദുൽ ഖാദറിന്റെ ചോദ്യം. പ്രസ്താവനയിലൂടെ ഉന്നയിച്ച ആക്ഷേപം സംബന്ധിച്ച് അന്വേഷിക്കുകയുണ്ടായോ എന്നും AG ഇക്കാര്യത്തിൽ സർക്കാരിന് വിശദീകരണം നൽകിയിട്ടുണ്ടോ എന്നും ഉപചോദ്യങ്ങളും ഉന്നയിച്ചു. ഇതിന് സുധീറിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ യാതൊരു ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല എന്നുമാണ് കെ ബാബു രേഖാമൂലം മറുപടി നൽകിയത്. മദ്യനയത്തിൽ കോടതി തീരുമാനങ്ങൾ മദ്യലോബിക്ക് അനുകൂലമാക്കുന്ന വിധിയുണ്ടാക്കാൻ AG ശ്രമിക്കുന്നുവെന്നായിരുന്നു സുധീറിന്റെ പ്രസ്താവന ഒട്ടേറെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കും കാരണമായിരുന്നു. ഈ വിഷയത്തിലാണ് നിയമസഭയിൽ ഔദ്യോഗികമായി മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. AGക്കെതിരെ സുധീരൻ ഉന്നയിച്ച ആരോപണം തള്ളിക്കളയുന്നതിനു പുറമെ ആക്ഷേപത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുകൂടി വിശദീകരിക്കുമ്പോൾ സർക്കാരും KPCC പ്രസിഡന്റും തമ്മിലുള്ള ഭിന്നത കൂടുതൽ വ്യക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ കൊല്ലത്ത് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ, അതുപോലെ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ പ്രദീപ് കുമാർ MLA ഉണ്ട്. നമുക്ക് ആദ്യം പ്രദീപ് കുമാർ MLAയിലേക്ക് കടക്കാം. ശ്രീ പ്രദീപ് കുമാർ, ഇന്നിപ്പോൾ അസംബ്ലിയിൽ മുഖ്യമന്ത്രി ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. UDFിൻ്റെയോ KPCCയോ ഇത്രകാലം കൊട്ടിഘോഷിച്ചിരുന്ന മദ്യനയത്തിൽ നിന്ന് വിഭിന്നമായി മദ്യനയത്തിൽ പ്രായോഗികമായ മാറ്റം വരുത്താമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ പ്രായോഗികമായ മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒന്നാമതായി ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ ഈ ഗവൺമെൻറ്റിൻ്റെ മദ്യനയം പ്രായോഗികമല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്ന് സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവർക്ക് കൃത്യമായിട്ടൊരു നയമുണ്ടായിരുന്നില്ല. 418 ബാറുകളുടെ ലൈസൻസ് 2014 പുതുക്കേണ്ട പ്രശ്നം വന്നപ്പോൾ അത് നിബന്ധനകൾക്ക് വിധേയമായി പുതുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എക്സൈസ് മന്ത്രി ശ്രീ ബാബുവിൻ്റെ ക്യാബിനറ്റ് നോട്ട് മന്ത്രിസഭ പാസ്സാക്കാതിരുന്നു. അപ്പോൾ അത് ആ ഇലക്ഷൻ കാലത്ത് അവരെ സമ്മർദ്ദത്തിലാക്കി പണം പിടുങ്ങാനുള്ളത് തന്നെയായിരുന്നു പിന്നീടുള്ള സംഭവങ്ങളൊക്കെ വ്യക്തമാക്കി. അപ്പോൾ കോൺഗ്രസ്സുകാർ മാത്രം അങ്ങനെ പണം പിടിച്ചു പോകണ്ട, അത് എനിക്കും കിട്ടണം എന്നുള്ള നിലപാട് KM മാണി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പണവുമായിട്ട് ബാറുടമകൾ ചെല്ലുന്ന സാഹചര്യവും ഇപ്പോൾ വിവാദമായിട്ടുള്ള കോഴയും എല്ലാം ഉയർന്നു വരുന്നത് ആ സാഹചര്യത്തിലാണ്. ഈ കോൺഗ്രസ്സിനോ ഗവൺമെൻറ്റിനോ വ്യക്തതയോടെയുള്ള ഒരു നേരത്തെ തന്നെയുള്ള ആലോചിച്ചുറപ്പിച്ച നയമുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ അവർ പ്രകടന പത്രികയിൽ പറയുമായിരുന്നു, അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വരുമായിരുന്നു. ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇത് പൊടുന്നനവേ ഈ കോൺഗ്രസ്സിനകത്തെ ഈ ഗ്രൂപ്പ് പോരിൽ ആണ് ഇത് രൂപപ്പെട്ടു വരുന്നത്. അതായത് ഇങ്ങനെ ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ മാറുടമകളെ സമ്മർദ്ദത്തിലാക്കി അവരുടെ അടുത്ത് കൂടുതൽ പണം കൈക്കലാക്കാൻ നടത്തിയൊരു ശ്രമം, ആ സന്ദർഭത്തിൽ കോൺഗ്രസ്സിനകത്ത് മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന VM സുധീരൻ ആ സന്ദർഭത്തെ ഉപയോഗിച്ചു. അദ്ദേഹം സമ്പൂർണ്ണ മദ്യനിരോധന നയമായിട്ട് ഒറ്റയ്ക്കങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ ആ സമയത്ത് സുധീരനെ വെട്ടുന്നതിന് വേണ്ടി യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ ഒരു പഠനവുമില്ലാതെ ഉമ്മൻചാണ്ടി മറുപ്രയോഗം നടത്തി. അതാണ് ഈ ബാറുകൾ ഒന്നിനും ലൈസൻസ് കൊടുക്കുന്നില്ല എന്ന നിലപാട്. ഇതൊരു പഠനത്തെ ആസ്പദമാക്കിയോ ഒരു മാനദണ്ഡത്തെ ആസ്പദമാക്കിയോ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പഠിച്ചോ അല്ല. ഒരു കോടതിയിൽ പോയാൽ ഒരു സാമാന്യ നീതിക്കൊന്നും നിരക്കാത്തൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ, അപ്രായോഗികമായ നിലപാട് സ്വീകരിച്ചാൽ ഒരു കോടതിയിലും രക്ഷപ്പെടില്ലെന്ന് ഇപ്പം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയാണ് പ്രായോഗികമായിട്ടുള്ള മാറ്റങ്ങൾ കോടതി വിമർശനവും മറ്റ് ആക്ഷേപങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലെന്ന് സമ്മതിക്കലാണ്. ആ പ്രായോഗികമല്ലാത്ത പൊളിഞ്ഞ മദ്യനയം അവരുടെ പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് വഴക്കിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ആയുധമായി ഉപയോഗിച്ച മദ്യനയം, അതിൻ്റെ പേരിൽ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെൻറ് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ്. ഇനിയെങ്കിലും ഈ കാര്യത്തിനകത്ത് സമൂഹത്തോട് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും മാപ്പ് പറയേണ്ടതാണ്. അതായത് ഇത്രയും ദിവസം ആളുകളെ അതോടൊപ്പം തന്നെ ശ്രീ പ്രദീപ് കുമാർ ചോദിക്കാനുള്ളത്, ഈ KM മാണി എന്നുള്ള UDFിലെ ഏറ്റവും പ്രബലനായ നേതാവ്, അല്ലെങ്കിൽ UDFിൻ്റെ സ്ഥാപക നേതാക്കളിൽ തന്നെ ഒരാളായിട്ട് കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും വാഴ്ത്തുന്ന ശ്രീ KM മാണിയെ
തീർത്തും പ്രബലനല്ലാതാക്കാൻ വേണ്ടി ഈ ഒരു മദ്യനയത്തിലെ ഇപ്പോഴത്തെ ഈ അഴിമതി ആരോപണങ്ങളും പിന്നീട് മദ്യനയം ഉണ്ടാക്കുകയും മദ്യനയം തിരുത്തുകയും ഈ ചെയ്യുന്നതെല്ലാം ഒരു സീരീസ് ആയിട്ട് വരുമ്പോൾ എവിടെയാണ് ഈ സുധീരനും ഉമ്മൻചാണ്ടിയും വേറിട്ട് നിൽക്കുന്നത്? രണ്ടുപേരും പറയുന്നത് ഒരു വിധത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വശത്ത് വരുന്നതിനൊപ്പം തന്നെ ഇത് രണ്ടുപേരും യോജിക്കുന്നുമില്ല. അപ്പോൾ ആരാണ് ഇതിൻ്റെ പുറകിൽ? യഥാർത്ഥത്തിൽ ആരാണ് ഈ മദ്യനയം വേണ്ടെന്ന് വയ്ക്കുന്നതും ജനങ്ങളാകെ കൺഫ്യൂഷനിലാണ്. അല്ല, ഇതിനകത്ത് സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ യോജിപ്പില്ലത്തില്ല. അവർ തമ്മിലുള്ള തർക്കം തന്നെയാണല്ലോ അതിൻ്റെ ആയുധമായി മദ്യനയം ഉപയോഗിച്ചു. ഇതിനകത്ത് KM മാണിയെ വളരെ സീനിയറായിട്ടുള്ള നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെയും ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തും. പക്ഷേ അദ്ദേഹം അതിന് നിരപരാധിയാണെന്നല്ല. ഇവരെല്ലാവരും ഈ സന്ദർഭത്തിൽ കൈയിട്ട് വരാൻ ശ്രമിച്ചു. ആദ്യം അതിൻ്റെ അകത്ത് തുടക്കമിട്ടത് കോൺഗ്രസ് മന്ത്രിമാരാണ് എന്നാൽ അവർ മാത്രമായിട്ട് അടിച്ചു കൊണ്ടുപോകണ്ട, എനിക്കും വേണം എന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബാർ ഉടമകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നത്. ഞാൻ ക്യാബിനറ്റ് നോട്ട് വന്നപ്പോൾ ഞാനൊന്ന് പഠിക്കട്ടെ, നിയമം നോക്കട്ടെ എന്ന് KM മാണി പറഞ്ഞത് അതൊന്ന് ചവിട്ടിപ്പിടിച്ചതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇവരിപ്പം PC ജോർജൊക്കെ തന്നെ പറഞ്ഞതുപോലെയും ബാർ ഉടമകളുടെ യോഗത്തിൽ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ അതിൻ്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതുപോലെയും 20 കോടിയോളം രൂപ ഇതിനകം ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒന്ന് ഇതിൻ്റെ പിന്നിൽ അഴിമതിയാണ്, മറ്റൊന്ന് പാർട്ടി പിടിക്കാനുള്ള ശ്രമമാണ്, ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന് പൊളിഞ്ഞ് പാളീസായിട്ടുള്ള ഒരു നയമാണ്. ഇതിനകത്ത് ഒരു ആത്മാർത്ഥതയും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഗവൺമെൻറ്റിനോ മുഖ്യമന്ത്രിക്കോ ഇല്ല. ഈ പ്രശ്നത്തിൽ ഞാൻ പിന്നീട് പറയാം, ഈ സുധീരനും ഈ കാര്യത്തിൽ ആത്മാർത്ഥതയില്ല. പാർട്ടിയിൽ മേധാവിത്വം സ്ഥാപിക്കുക എന്നതിനപ്പുറത്തേക്ക് തൻ്റെ വളരെ ഈ കൃത്രിമമായി കെട്ടിപ്പോക്കുന്ന ഇമേജ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ജനപക്ഷ യാത്രയും അതിലുണ്ടായ സംഭവങ്ങളും അതിൽ ഏറ്റവും കൂടുതൽ കോട്ടയത്തുണ്ടായ സംഭവങ്ങളൊക്കെയായി വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ കൊല്ലത്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വരുന്നതിന് മുൻപായി ശ്രീ പ്രദീപ് കുമാർ ഇന്ന് അസംബ്ലിയിൽ മദ്യനയത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ കൗതുകകരമായ രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, 10 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഏത് വിധേനയും സമ്പൂർണ്ണ മദ്യനിരോധന സംസ്ഥാനമാക്കി മാറ്റും. ഈ 10 വർഷം ഈ ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളത് ഒരു തമാശ. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ പേടിച്ചിട്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ KM മാണിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്രമാത്രം ഇതെല്ലാം ഇത് ഈ നിയമസഭയിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഈ ഇത്തരം സംസാരങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അസംബ്ലിയിൽ? ഒരു 1.5 വർഷക്കാലത്തെ കാര്യം മാത്രം പരമാവധി വന്നാൽ അത് തന്നെ എത്ര ദിവസം ഉണ്ടാവും നമുക്കറിയില്ല. 1.5 വർഷത്തെ കാര്യം മാത്രമേ ഉമ്മൻചാണ്ടി പറയേണ്ടതുള്ളൂ. 10 വർഷത്തെ പറയേണ്ടത് 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത 5 വർഷം പിന്നെ വന്നേക്കാമെന്നുള്ള അതും ഇനി സംഭവിക്കാൻ പോകുന്നില്ല. ആ നിലയിൽ ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്തിട്ടുണ്ട്. ഒന്നാമത്തതാണ്. പിന്നെ അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. കാരണം KM മാണിക്കെതിരെ കോഴയാരോപണവും അതിൻ്റെ തെളിവുകളും സഹിതം പ്രതിപക്ഷ ഉപനേതാവ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും അതിനെ സംബന്ധിച്ച് വലിയ സംഘർഷം സഭയിൽ ഉയർന്നു വരികയും ചെയ്തപ്പോൾ ഓരോ ഘട്ടത്തിലും തൻ്റെ ഈ ദുർബലരായിട്ടുള്ള മന്ത്രിമാരെ സഹായിക്കാൻ ആവശ്യത്തിനോ അനാവസരത്തിനും എല്ലാം എഴുന്നേൽക്കുന്ന ഉമ്മൻചാണ്ടി 2 ദിവസമായിട്ട് മിണ്ടാതിരുന്നു. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം അതിന് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, ഞാൻ അങ്ങയെ പേടിച്ചിട്ടാണ് ഒന്നും മിണ്ടാതിരുന്നത്. കാരണം ഞാൻ എഴുന്നേറ്റാൽ പറയും ഞാൻ KM മാണിയെ സംരക്ഷിക്കാനാണ് എഴുന്നേക്കുന്നത്. അത് സ്വാഭാവികമാണല്ലോ. അദ്ദേഹം KM മാണിയെ സംരക്ഷിക്കാൻ അഴിമതി ആരോപണത്തിന് വിധേയനല്ല, ഇത് തെളിവുകൾ സഹിതം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെ സാധാരണ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നിയമാനുസൃതമായുള്ള നടപടി തടസ്സപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ തന്നെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തി. എന്നിട്ടാണ് പിന്നീട് വിജിലൻസിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷനും അതുപോലെ അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകുന്നു, ഞങ്ങളതിൽ ഇടപെടുന്നില്ല എന്നുള്ള ഈ തത്വപ്രസംഗമൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും കയ്യോടെ പിടികൂടപ്പെട്ട പോലെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ 2 ദിവസം മിണ്ടാതിരുന്നതിന് ഒരു ന്യായീകരണവുമില്ല. കാരണം ഉമ്മൻചാണ്ടിയെ സഭയിൽ അറിയുന്നവർക്കറിയാം, അദ്ദേഹം ഓരോ മന്ത്രിയുടെ വകുപ്പിലും മന്ത്രിമാർ മറുപടി പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു കറക്ഷൻ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇടപെടൽ കൂടെ ഉണ്ടാവും. ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് KPCCയുടെ ഔദ്യോഗിക വക്താവും ഒരുപക്ഷെ ഇപ്പോൾ VM സുധീരൻ്റെ വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മദ്യനയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഇവിടെ സ്റ്റുഡിയോയിൽ ശ്രീ A പ്രദീപ് കുമാർ MLA ഉണ്ട്. സർക്കാരിൻ്റെ മദ്യനയത്തിൽ പ്രായോഗികമായ മാറ്റം വരുത്താൻ ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചതായി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ ജനപക്ഷ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന KPCC പ്രസിഡന്റ് അത്തരമൊരു കാര്യം UDFും കോൺഗ്രസും തീരുമാനിച്ച മദ്യനയത്തിൽ യാതൊരുവിധ പ്രായോഗിക മാറ്റത്തിനും പ്രസക്തിയില്ലെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താങ്കളുടെ നിലപാട് എവിടെയാണ്?
കേരളത്തിലെ UDFിൻ്റെ മദ്യനയത്തെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ്. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഭാരവാഹികളുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ DC പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് KPCC നിർവാഹക സമിതി കൂടി ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് ജനറൽ ബോഡി യോഗം ചർച്ച ചെയ്തു. കേരളത്തിൽ നടപ്പിലാക്കേണ്ട ഒരു മദ്യനയത്തെക്കുറിച്ച് വളരെ അവഗാഢമായ ഒരു അപഗ്രഥനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതിയിലും ജനറൽ ബോഡിയിലും നടത്തിയതിന് ശേഷം ഒരു തീരുമാനം നമ്മളെടുത്തു. ആ തീരുമാനം UDF യോഗത്തിൽ KPCCയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ VM സുധീരൻ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി വളരെ വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തു. UDF യോഗത്തിൽ സമഗ്രമായ ഒരു ചർച്ച നടത്തിയിട്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം 10 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്, ഘട്ടം ഘട്ടമായി. അപ്പോൾ ആദ്യം നമ്മൾ 2 സ്റ്റാർ ബാർ കൊടുത്തുകൊണ്ടിരുന്നു, അത് നിർത്തി. പിന്നെ 3 സ്റ്റാർ ബാർ കൊടുത്തുകൊണ്ടിരുന്നു, അത് നിർത്തി. പിന്നെ 4 സ്റ്റാർ ബാർ കൊടുക്കാൻ തീരുമാനിച്ചു, അത് നിർത്തി. ഇനി കേരളത്തിൽ 5 സ്റ്റാർ ബാറുകൾക്കല്ലാതെ ലൈസൻസ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ ബീവറേജ് ഔട്ട്ലെറ്റുകൾ 10% വെച്ച് പൂട്ടാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ 10 കൊല്ലത്തിനകം മുഴുവൻ ഔട്ട്ലെറ്റുകൾ കൺസ്യൂമർ ഫെഡും ബീവറേജ് കോർപ്പറേഷനും പൂട്ടും. അപ്പോൾ കേരളത്തിൽ UDF എടുത്ത മദ്യനയം, ഗവൺമെൻറ് തീരുമാനിച്ച മദ്യനയം, അതിൽ നിന്ന് 1 ഇഞ്ച് പുറകോട്ട് പോകാൻ കേരളത്തിലെ മുഖ്യമന്ത്രി, അതായത് UDF ചെയർമാൻ മുഖ്യമന്ത്രി കൂടിയായ ശ്രീ ഉമ്മൻചാണ്ടി തയ്യാറല്ല. 1 ഇഞ്ച് പുറകോട്ട് പോകില്ല. പിന്നെ ഇന്ന് അദ്ദേഹം പ്രായോഗികതയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഈ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിച്ചത് വഴി ഇപ്പം 418 ബാറുകൾ അടഞ്ഞു കിടക്കുന്നു. 730 ബാറുകൾ പൂട്ടാൻ പോകും. താങ്കൾക്ക് തുടരാം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇതല്ലേ 730 ബാറുകൾ പൂട്ടാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പം കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി നഷ്ടപ്പെടുന്നൊരു കാര്യം ഗവൺമെൻറ് മുമ്പിലുണ്ട്. അതാണ് പ്രായോഗികമായ സമീപനത്തിൽ 1. 2, കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. എന്താ നിരീക്ഷണം? കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള ബാറുകൾ നിർത്തലാക്കണം. അപ്പോൾ സ്വാഭാവികമായി ബാറുകളല്ല, ഔട്ട്ലെറ്റുകൾ നിർത്തലാക്കണം. സ്വാഭാവികമായി ആ ഔട്ട്ലെറ്റുകൾ നിർത്തലാക്കുമ്പോൾ പകരം ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ സംവിധാനം കണ്ടെത്തണം. മാത്രമല്ല കേരളത്തിൽ വൈൻ ബിയർ പാർലറുകൾ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് UDF ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനമെടുത്തിട്ടില്ല. മാത്രമല്ല കേരളത്തിലെ ക്ലബ്ബുകൾക്ക് ഇന്ന് ബാർ ലൈസൻസ് ഉണ്ട്, അത് നിർത്തുന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല. UDF എടുത്ത തീരുമാനത്തിൽ നിന്ന് 1 ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അതേസമയം ചില മേഖലകളിൽ നിന്ന് ചില പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികളെ കുറിച്ചിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ചർച്ച ചെയ്ത് UDF വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് അതിലേകകണ്ഠമായ ഒരു അഭിപ്രായം ഉരുത്തിരിഞ്ഞു വരുന്നതിനനുസരിച്ച് ചില തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രേക്ഷകരുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കുമ്പോൾ നയം എന്നുള്ളത് ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ നിലപാടാണ്. ആ നിലപാടിൽ ഓരോ അതിൻ്റെ പോഷക സംഘടനകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ സംഘടനകൾക്കോ പാർട്ടികൾക്കോ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നിടത്ത് മദ്യനയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം, താങ്കൾ ഈ പറഞ്ഞതെല്ലാം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി ശ്രീ K. ബാബു നിയമസഭയിൽ പറഞ്ഞു ഞായറാഴ്ച ഡ്രൈ ഡേ ആക്കുന്ന മദ്യനയം എടുത്ത തീരുമാനം മാറ്റാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് മദ്യനയം നിൽക്കുന്നത്? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ മദ്യനയത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഈ മദ്യനയം 1.5 വർഷം കൂടി ബാക്കിയിരിക്കുന്ന ഈ UDF സർക്കാർ എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നാണ് പ്രായോഗികമായി ഒരുപക്ഷെ മുഖ്യമന്ത്രിയെങ്കിലും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ LDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന മദ്യനയമല്ല, അതായത് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് പ്രായോഗികമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിപ്പെടുമ്പോൾ ആരാണ് ഇതിനു വേണ്ടി വാശി പിടിക്കുന്നത്? എവിടെയാണ് ഇതിൻ്റെ സാങ്കത്യം നിലനിൽക്കുന്നത്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാം. 1, UDF അംഗീകരിച്ച മദ്യനയത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഞായറാഴ്ച ഡ്രൈ ഡേ ആയി പ്രഖ്യാപിക്കാൻ ഉള്ള തീരുമാനം. കാരണം ഞായറാഴ്ച അവധി ദിവസമാണ്, സ്വാഭാവികമായി അന്ന് കൂടുതൽ മദ്യം ഒഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആക്കാൻ തീരുമാനമെടുത്തത് UDF യോഗമാണ്. ആ തീരുമാനം ബാബു വിചാരിച്ചാൽ മാറ്റാനാവില്ല. അത്തരമൊരു തീരുമാനം മാറ്റണമെങ്കിൽ UDFിൻ്റെ യോഗം വിളിച്ചു കൂട്ടി ആ തീരുമാനമെടുത്ത് UDFിലെ എല്ലാ കക്ഷികളും അംഗീകരിക്കണം.
എന്തായാലും ഒരു കാര്യം പറയാം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് VM സുധീരനാണ് കോൺഗ്രസ് പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്ത ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. UDF എടുത്ത ആ തീരുമാനം പിൻവലിക്കാൻ ഒരിക്കലും അദ്ദേഹം അനുവദിക്കില്ല. അപ്പം ഡ്രൈ ഡേ ഞായറാഴ്ച ഒഴിവാക്കുമെന്ന് ബാബു പറഞ്ഞാൽ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല. കാരണം അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായ നയത്തിൽപ്പെട്ട് കഴിഞ്ഞു. അതിന് പുനഃപരിശോധിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ശ്രീ ഉണ്ണിത്താൻ വളരെ കൃത്യമായാണ് താങ്കളുടെ നിലപാട് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നയിക്കുന്ന ഒരു ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഓരോ ഘട്ടങ്ങളിലും ഈ മദ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്യനയത്തിൽ KPCC പ്രസിഡന്റോ താങ്കളോ എടുക്കുന്ന നിലപാടിനെ അട്ടിമറിക്കുന്ന രീതിയിൽ മദ്യ മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങുന്നു, ജാഥയിൽ പണപ്പിരിവ് നടത്തുന്നു എന്ന് തുടങ്ങി ഇതിൻ്റെയൊക്കെ പുറകിൽ ഇത്തരത്തിലുള്ള ആളുകളാണോ എന്നാണോ താങ്കൾ കരുതുന്നത്? പ്രത്യേകിച്ചും ഈ ഒരു ജാഥ കേരള രക്ഷായാത്ര ഒരു വിജയമാണെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ വലിയൊരു ലോബി ഇതിന് പുറകിലുണ്ടെന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ജനപക്ഷ യാത്രയ്ക്ക് ഇപ്പോൾ നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. കാരണം കേരളത്തിലെ 14 ജില്ലകളിൽ ഇപ്പോൾ 13 ജില്ല പൂർത്തിയാകുന്നു. ഈ 13 ജില്ലയിലെ ജനങ്ങൾക്കറിയാം ഈ ജനപക്ഷ യാത്ര വിജയമാണോ പരാജയമാണോ എന്ന്. അതിനിപ്പോൾ ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. കാരണം ആ ജനപക്ഷ യാത്രയിൽ കാസർഗോട്ട് നിന്ന് ഇപ്പം ഞാൻ ഏറ്റവും അവസാനം ശാസ്താംകോട്ട യോഗം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ആ ജനപക്ഷ യാത്രയിലെ ശാസ്താംകോട്ട യോഗം തന്നെ ഒരു ജനസമുദ്രമായിരുന്നു. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, ആരോട് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. അതുകൊണ്ട് ജനപക്ഷ യാത്രയെക്കുറിച്ച് എന്തെങ്കിലും അപഖ്യാതി പറയുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. അതാർക്കും വേണ്ടി ഞാൻ പറയല്ല. കേരളത്തിൽ 10 യാത്രകളിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇത്ര ബഹുജന പങ്കാളിത്തമുള്ളൊരു യാത്ര ഉണ്ടായിട്ടില്ല. മാത്രമല്ല ആ യാത്രയുടെ ശോഭ കെടുത്താൻ ചില ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയിൽ ഒരു ബാർ മുതലാളിയുടെ 5000 രൂപ വാങ്ങിച്ചു ഒരു മണ്ഡലം കമ്മിറ്റി. ആ കമ്മിറ്റി പിരിച്ചുവിട്ടു. മാത്രമല്ല ചങ്ങനാശ്ശേരിയിൽ ഒരു എക്സൈസ് ഓഫീസർ ഉപയോഗിച്ച് 50,000 രൂപ വാങ്ങിച്ച ഒരു KP സെക്രട്ടറിയെയും. ശ്രീ ഉണ്ണിത്താൻ ഒന്നിടപെട്ടോട്ടെ, നമ്മുടെ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതുകൊണ്ടാണ്, നമ്മുടെ സമയപരിധിയും മൂലമാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ പ്രദീപ് കുമാർ MLAക്ക് താങ്കളുടെ അഭിപ്രായങ്ങളുള്ള അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പായി ഇതിൻ്റെ ഈ മദ്യനയത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഈ പ്രായോഗിക മാറ്റം എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പ്രത്യേകിച്ചും കോടതിയുടെ ഇടപെടലുകളെ പരാമർശിച്ചുകൊണ്ടാണ്. കോടതികൾ സംസ്ഥാന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ UDFോ കോൺഗ്രസോ എടുക്കുന്ന നയങ്ങളെ കോടതി തിരുത്തുന്നു, അല്ലെങ്കിൽ കോടതിയിലെത്തുമ്പോൾ മദ്യനയത്തിൽ പല പ്രശ്നങ്ങളും തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവുകൾ നിരന്തരം വരുന്നു. ഇതിൻ്റെ നിയമപരമായ ഒരു ലൂപ്പ് ഹോൾ പലപ്പോഴും വളരെ ബുദ്ധിപൂർവ്വം UDFിലെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രയോഗത്തിൽ വരുത്തുന്നുണ്ടെന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ട്. ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനായി നമുക്കിപ്പോൾ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ ശ്രീ ദീപക് പ്രകാശ് ഇപ്പോൾ ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ദീപക് പ്രകാശ്, ഒരു നയം, ഗവൺമെൻറ്റിൻ്റെ നയം അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനത്തിൽ ഇത്രമാത്രം കോടതി ഇടപെട്ട് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റും? ആദ്യമായി തന്നെ സാധാരണ രീതിയിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സർക്കാരിൻ്റെ നയങ്ങളിൽ ഇടപെടുന്ന പതിവില്ല. അത് സാധാരണ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിനെതിരെ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇടപെടാറില്ല. വളരെ അപൂർവമായി മാത്രമാണ് മദ്യവുമായി ബന്ധപ്പെട്ട നയങ്ങളിലെല്ലാം സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഇടപെടാറുള്ളത്. ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് B സുരേന്ദ്രദാസ് എന്ന കേസിലാണ് 2012-13 വർഷങ്ങളിലെ മദ്യനയത്തെക്കുറിച്ച് ചർച്ച വന്നത്. അതിൽ കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു നയം എന്ന രീതിയിൽ ഇടപെടുന്നില്ല. കാരണം മദ്യം വിൽക്കാനുള്ള അവകാശം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. നമ്മുടെ കോടതി ഡിസ്ട്രി കേസിൽ അത് സുപ്രീം കോടതി വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു കാര്യം കോടതി പറഞ്ഞു, ഒരു വിഭാഗത്തിന് അനുവാദം കൊടുക്കുകയും മറ്റൊരു വിഭാഗത്തിന് അനുവാദം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്, അത് കഴിയില്ല എന്ന് കോടതി പറയാറുണ്ടായിരുന്നു. പലപ്പോഴും തന്നെ ഇക്വാലിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് കോടതികൾ ഇതിൽ ഇടപെടാറുള്ളത്. ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 2012-13 മദ്യനയമാണ്.
ഇത് വളരെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് രസകരമായി തോന്നും. കേരളീയ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിയും അതിൽ നിന്നും ഉടലെടുക്കുന്ന ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളും ഗൗരവമായി കണക്കിലെടുത്തും ഈ വിപത്തിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടും രൂപം നൽകിയതാണ് 11-12 മദ്യനയം. മദ്യവ്യാപനം ഫലപ്രദമായി തടയുന്നതിനും മദ്യവർജനം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടും കാതലായ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുകയുണ്ടായി. ഇതാണ് തുടക്കം. പക്ഷേ കേരളത്തിൽ നടന്നത് വ്യക്തമായും ബാർ നിരോധനമാണ്. മദ്യനിരോധനം എന്ന ഒരു കാര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിൽ ആകമാനമുള്ള ഷോപ്പുകൾ, മദ്യഷോപ്പുകൾ അടച്ചുവിടാൻ തീരുമാനിച്ചില്ല. 10% കുറയ്ക്കാമെന്ന് പറഞ്ഞു എങ്കിലും ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്നത്, സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളുടെ ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ്സിൽ നിന്നാണ്. അതിൽ നിയന്ത്രണം വരുത്താതെ, അതിൽ ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ലാതെ നമ്മുടെ നാട്ടിലെ ശ്രീ ദീപക് ഒന്ന് ഇടപെട്ടോട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ. എനിക്കറിയാം, താങ്കളിൽ നിന്ന് അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ സർക്കാരുകൾ അവർക്ക് നിലപാടിനനുസരിച്ച് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോൾ കോടതിയുടെ നൂലാമാലകൾ അല്ലെങ്കിൽ നിയമവശങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് അതിന് വശംവദപ്പെടുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ്, നിരന്തരമായ റിപ്പോർട്ടുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തെ പ്രതിരോധിക്കാൻ നിയമ സംവിധാനത്തിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? കോടതിയിൽ ഈ കേസുകൾ എത്തുമ്പോൾ വളരെ വ്യക്തമായി കോടതികൾ ഇടപെടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് സുരേന്ദ്രദാസിൻ്റെ ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഈ കേസിൽ 2012-13 കാലഘട്ടങ്ങളിലുള്ള 4 സ്റ്റാർ ബാറുകൾക്ക് തീർത്തും ലൈസൻസ് കൊടുക്കും എന്നാണ് സർക്കാരിൻ്റെ നയം. അതിനെതിരായിക്കൊണ്ട് തന്നെ 22ഓളം ബാറുകൾക്ക് സർക്കാർ ഒരു അനുമതിയും നൽകിയില്ല. ഇതിനെ ചോദ്യം ചെയ്ത് നൽകിയ അപേക്ഷയാണ് ഇന്നലെ കോടതി പരിഗണിച്ച് തീർപ്പാക്കിയത്. ഈ 22 ബാറുകൾക്കും 2 മാസത്തിനുള്ളിൽ ലൈസൻസ് നൽകണം എന്നാണ് കോടതി പറഞ്ഞത്. ഇത് കോടതി സർക്കാർ ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പറയുന്നത്. ഇടയ്ക്ക് ഇപ്പോൾ പ്രദീപ് ചോദിച്ചതുപോലെ ഇടയ്ക്കൊരു മാറ്റം, മദ്യനയം എന്ന് പറഞ്ഞാൽ അത് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന നയമാണ്. ഇടയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ആ നയത്തിലെ മാറ്റമായി പരിഗണിക്കാൻ കഴിയില്ല. ഈ കേസിൽ 428 ബാറുകൾ പൂട്ടിയത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി അറിയാം. ഇവിടെ കേസ് സുപ്രീം കോടതിയിൽ ഞങ്ങളെല്ലാവരും കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു അഭിഭാഷകൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒരു നിലവാരവുമില്ലാത്ത ഒരുപാട് ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചപ്പോൾ കോടതിയുടെ ശക്തമായ ഇടപെടലിന് ശേഷമാണ് ഇത് ചോദിച്ചത്. എന്താണ് നിങ്ങൾ നിലപാട്, നിങ്ങൾ എന്താണ് ഈ ബാറുകൾക്കെതിരെ നടപടിയെടുത്തത് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം പറയാമെന്ന് പറയുകയും ഒരു തീരുമാനം പറയാതെ നീട്ടിക്കൊണ്ടു പോവുകയും കോടതി ഇത് വ്യക്തമായി തന്നെ പറഞ്ഞു ഈ കാര്യത്തിൽ ഒരു നിലപാട് സർക്കാർ എടുക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാറുകൾ, ഈ 2 രാഷ്ട്രീയ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലിയിൽ നിന്നുപോയതും അതിനുശേഷം വീണ്ടും 312 ബാറുകൾ വീണ്ടും അടയ്ക്കാനും. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ ദീപക് അവസാനമായി താങ്കളോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മുടെ അതിഥികളായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതും അതുപോലെ പ്രദീപ് കുമാർ MLA വിശദീകരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ, ഈ നയത്തിൻ്റെ ഭാവി എന്താണ്? ഇങ്ങനൊരു മദ്യനയം ഇനി എവിടം വരെ എന്താവും? ഒരു പുറത്തുനിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ നിയമവശങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് ഇത് വഴി ഉണ്ടാകുക നിയമപരമായിട്ട്? ഇപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ്: സർക്കാർ നയത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയും കോടതി നിരീക്ഷണങ്ങളുടെയും അഭിപ്രായത്തിലാവും മാറ്റം വരുത്തുക. കോടതി നിരീക്ഷണങ്ങളാണോ കോടതി ഉത്തരവുകളാണോ യഥാർത്ഥത്തിൽ ഒരു നയപരമായ നിലപാടിലേക്ക് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുന്നു. താങ്കൾ ഒറ്റ വാചകത്തിൽ മറുപടി. ഇതിൽ കോടതി വ്യക്തമായി ചോദിച്ചതാണ്, 4 സ്റ്റാറുകൾക്ക് 3 സ്റ്റാറുകൾക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് 4 സ്റ്റാറിന് നിങ്ങൾ കൊടുത്തുകൂടാ? എന്തുകൊണ്ട് 5 സ്റ്റാറിന് മാത്രം? എന്താണ് മാറ്റം എന്ന് വ്യക്തമായി കോടതി ചോദിച്ചാണ്. കോടതിയുടെ വ്യക്തമായിട്ടുള്ള ധാരണ
3 സ്റ്റാറുകൾക്കും 4 സ്റ്റാറുകൾക്കും ബാർ നൽകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. കോടതി സർക്കാരിൻ്റെ നയം എന്ന രീതിയിൽ ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല എന്നാണ് വളരെ വ്യക്തമായി തന്നെ ജസ്റ്റിസ് അനിൽ ആർ ദവേ ഉൾപ്പെട്ട ബെഞ്ച്, ജസ്റ്റിസ് ലളിത ഉൾപ്പെട്ട ബെഞ്ച് ചോദിച്ചതാണ്. എന്നിട്ട് 3 സ്റ്റാറിന് കൊടുക്കുമ്പോൾ 4 സ്റ്റാറിന് എന്തുകൊണ്ട് നൽകുന്നില്ല കോടതി ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സുപ്രീം കോടതി നിലപാട് ഓൾറെഡി വ്യക്തമാക്കിയതാണ്. സർക്കാർ മദ്യനയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. എങ്കിൽ കൂടി ഇത് പ്രാവർത്തികമല്ലാത്തൊരു നയം എന്നുള്ള നിലയ്ക്ക് നിർബന്ധമായും ഇത് താങ്കൾ പറഞ്ഞ വ്യക്തമാണ്. ബാർ നിരോധനമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ശ്രീ എ പ്രദീപ് കുമാർ MLA, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ മദ്യനിരോധനത്തിലെ ഈ കോടതി ഇടപെടൽ, കോടതി നിരീക്ഷണം എന്നുള്ള വാക്ക്, ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും പാടില്ലെന്ന് മാധ്യമങ്ങൾക്ക് ഒരു തിട്ടൂരം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. നിരീക്ഷണങ്ങളും വിധി പ്രഖ്യാപനങ്ങളും 2 തട്ടിൽ നിൽക്കുന്നു. എന്തിനാണ് ഈ കോടതിയുടെ തലയിലേക്ക് ഇതെല്ലാം വെക്കുന്നത്? ഇതിനുള്ള ഈ പ്രാപ്തി അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യം ഇല്ലാത്ത ഒരവസ്ഥയാണെന്നുള്ളതിലേക്കാണോ പോകുന്നത്? അല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് കാര്യങ്ങളോടും എനിക്കൊരു പ്രതികരിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്സിനകത്ത് അടിമുടി ചർച്ച ചെയ്താണ് ഈ നയം ആവിഷ്കരിച്ചത്. അതിനുശേഷം UDF-നകത്ത് കൊണ്ടുപോയി അത് ചർച്ച ചെയ്തു. എന്നിട്ടാണ് ഈ നയപ്രഖ്യാപനം. ആ നയത്തിൽ നിന്ന് ആർക്കും വ്യതിചലിക്കാൻ അർഹതയില്ല എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാനതാ നേരത്തെ പറഞ്ഞത്, ഈ ഗവൺമെൻറ് ഇവർക്ക് UDF-ന് ഇലക്ഷൻ കാലത്ത് നയമുണ്ടായിരുന്നില്ല, അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി വന്നില്ല. പിന്നീട് ഇടയിൽ ഈ 418 ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്ന പ്രശ്നത്തിൽ ഇവർ സമ്മർദ്ദത്തിൽപ്പെടുത്തി അതിൽ നിന്ന് പണം പിരിക്കാൻ നടത്തിയ ശ്രമവും അവിടെ KM മാണിയുടെ ഇടപെടലും അദ്ദേഹം അതിൽ നിന്ന് വരാൻ നടത്തിയ ശ്രമമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഈ സർക്കാരിനൊരു നയമുണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ UDF-ൻ്റെ നയമുണ്ടെന്ന് പറഞ്ഞു. UDF-ൻ്റെ കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞത് സർക്കാരിൻ്റെ മദ്യനിരോധനമല്ല അജണ്ട, മദ്യവർജനാണെന്ന് അദ്ദേഹം പറയുണ്ടായി. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഡ്രൈ ഡേയുടെ കാര്യത്തിൽ ഇപ്പോൾ ബാബുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബാബുവിന് ഇത് നടപ്പാക്കാനാവില്ല. അത് ഗവൺമെൻറ്, മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞത് എന്താ, ഗവൺമെൻറ്റാണ് ഈ നയം നടപ്പാക്കേണ്ടതെന്നാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ബാബു. പുറമേ നിന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോ മറ്റോ പറഞ്ഞതുകൊണ്ട് അത് നടപ്പാവില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നല്ലത് തന്നെ, അങ്ങനെ. പക്ഷേ ഈ ഡ്രൈ ഡേ സംബന്ധിച്ചും അത് പിന്നെ ഈ PC ജോർജ് ചീഫ് വിപ്പല്ലേ ഇവരുടെ, പരസ്യമായിട്ടല്ല ഇന്നലെ അദ്ദേഹം വളരെ ശക്തമായിട്ട് ആ നിയമസഭക്കകത്ത് അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കി. ഇപ്പോൾ ഇത്ര സമഗ്രമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ, അദ്ദേഹം പറഞ്ഞ പോലെ സമഗ്രമായിട്ടാണ് ഇവർ ഈ നയം ആവിഷ്കരിച്ചതെങ്കിൽ ബിയർ വൈൻ പാർലറുകളുടെ കാര്യത്തിൽ നിലപാടുണ്ടാവുമല്ലോ. ഇപ്പോഴും ആ കാര്യത്തിൽ നിലപാടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും തന്നെ ആലോചിച്ച് ആവിഷ്കരിച്ച ഒരു നയമല്ല. അങ്ങനെയാണെങ്കിൽ പിഴവ് കൂടാതെ നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനും നിയമത്തിനും ഈ നീതി വ്യവസ്ഥക്കുമൊക്കെ വിധേയമായിട്ടായിരിക്കും ഒരു നയം ആലോചിക്കുക. അതിന് സതുദ്ദേശം ഉണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് യാതൊരു സതുദ്ദേശവുമില്ല. ഇവരുടെ കോൺഗ്രസ്സിനകത്തുള്ള ഈ ഗ്രൂപ്പ് വഴക്കും പാർട്ടി പിടിക്കാനുള്ള ശ്രമവും അതിലിതൊരായുധമായി ജനങ്ങൾക്കിടയിൽ ചിലവാകാൻ സാധ്യതയുള്ളൊരു സാധനം എന്ന നിലയിലാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവർ ഓരോ വർഷവും 10% ഈ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞു. അത് ആത്മാർത്ഥാണെങ്കിൽ സുപ്രീം കോടതി ഇപ്പോൾ ഒരു NH-ലെ ഇതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞല്ലോ. അതൊരു ഭാഗം. ഇപ്പോൾ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയാറില്ല എന്ന് പറഞ്ഞ പോലെ ആ സുപ്രീം കോടതിയുടെ പരാമർശം ഉപയോഗിച്ചുകൊണ്ട് NH-ൻ്റെ മുഴുവൻ അങ്ങ് ഒഴിവാക്കിക്കൂടെ? അതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളുടെ പുനരധിവാസമൊക്കെ ആലോചിക്കുക. എന്തേ അതിനെതിരെ ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇന്ന് വന്നോന്നറിയില്ല. ഇന്ന് ബീവറേജസ് കോർപ്പറേഷൻ അപ്പീൽ പോയിരിക്കുകയാണ്, കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇത് പ്രായോഗികമല്ല, മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോടതിയുടെ വിധി, സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഈ നമ്മുടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ നടപ്പാക്കി കഴിഞ്ഞു. അതെ, അവർ നടപ്പാക്കി. അപ്പം ദേശീയപാതയോരത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദേശീയപാതയോരത്ത് ഒഴിവാക്കാതിരിക്കാനുള്ള ന്യായം പറഞ്ഞു. കാരണം വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല, റോഡ് മോശമായതുകൊണ്ടും റഫ് ഡ്രൈവിംഗ് കൊണ്ടാണെന്നൊക്കെയുള്ള വാദം പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ്, ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ, അദ്ദേഹം ആവേശത്തോടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നയം എന്ന് പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിലുള്ള ബീവറേജസ് കോർപ്പറേഷനാണ് കോടതിയെ സമീപിച്ചത്. അപ്പോൾ എന്ത് നയമാണ് ഇവർക്കുള്ളത്? അപ്പോൾ ഒരു നയവുമില്ലെന്ന് മാത്രമല്ല, വലിയ കാപട്യമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശ്രീ പ്രദീപ് കുമാർ MLA, കേരളത്തിലെ മദ്യപർക്ക് ഇനിയും ഈ നയത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് തുടർന്നും മദ്യപിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അല്ല, കേരളത്തിലെ ആളുകൾ മദ്യപാനത്തിലേക്ക് പോകണമെന്നും പിന്നെ പറയുന്നവരല്ല. ഞങ്ങൾ മദ്യവർജനം പുതിയ തലമുറയെങ്കിലും അതിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം, ഇതിൻ്റെ ലഭ്യത കുറയണം. ഞാനൊരു ചോദിച്ചോട്ടെ, ഇപ്പം വേറെ എവിടെ ഒരു നയപരമായി ചർച്ച ചെയ്ത കാര്യമല്ല, എൻ്റെ ഒരു സാമാന്യ യുക്തിയിൽ വന്ന ഒരു കാര്യം. ഇവരിപ്പോൾ ഈ കൺസംഷൻ കുറയ്ക്കണം, അതിനാണല്ലോ 10% പിന്നെ ഷോപ്പ് വെച്ച് ഔട്ട്ലെറ്റ് വെച്ച് കുറയ്ക്കണത്. ശരി, ഈ നമ്മുടെ റേഷൻ ഒക്കെ വെട്ടിക്കുറക്കുകയല്ലേ? അതേപോലെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ ഷോപ്പിൻ്റെ എണ്ണം കുറയ്ക്കണ്ട, അപ്പോൾ തൊഴിലാളികളുടെ പണിയൊക്കെ അവിടെ ഉണ്ടാവും. ഇതിൻ്റെ മൊത്തം
പിന്നെ ലഭ്യത ഒന്ന് കുറച്ചുകൂടെ അളവ് ഈ ബീവറേജ് കോർപ്പറേഷൻ സപ്ലൈ ചെയ്യുന്നതിൻ്റെ റേഷനിങ് സംവിധാനം കൊണ്ടുവന്നിട്ട് ഈ പിന്നെ കാർഡ് ഒന്നിന് ഒരു ബോട്ടിൽ കൊടുക്കുക. അപ്പോൾ ഈ കിട്ടിയില്ലേ കൈവറക്കുന്ന ആളുകളുണ്ടാവും, അവരൊക്കെ മരുന്ന് പോലെ ഇത് കഴിച്ചോട്ടെ. പുതിയതായി ഈ കല്യാണ വീട്ടിലൊക്കെ കേസ് കണക്കിന് കൊണ്ടുപോയിട്ട് പുതിയ തലമുറയെ മദ്യപാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഇഷ്ടം പോലെ ഇത് കിട്ടാത്തൊരു നിലപാട് എന്ന് ഇവർ ചർച്ച ചെയ്തോ? ഇത് ഈ നയം ആവിഷ്കരിക്കുന്ന സമയത്ത് ആത്മാർത്ഥമാണെങ്കിൽ അത്തരമൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന്. ഒന്ന്, പുതിയ തലമുറ മദ്യപാനത്തിലേക്ക് വരാതിരിക്കാനുള്ള വലിയ ക്യാമ്പയിൻ, ബോധവൽക്കരണം, അതുപോലെ മദ്യപന്മാരെ അതിന് രക്ഷപ്പെടുത്താനുള്ള ബോധ്യവൽക്കരണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലഭ്യത ഒറ്റയടിക്ക് കുറച്ച് ഈ വ്യാജമദ്യത്തിലേക്കൊന്നും പോകാതെ അളവ് കുറച്ച് കൊണ്ടുവരിക. ഈ ഒരു സമീപനം എന്തുകൊണ്ട് അങ്ങനെ ആലോചിക്കുന്നില്ല? എന്നാൽ ഞങ്ങളൊക്കെ ആകെ ആശങ്കപ്പെടുന്നത് പെട്ടെന്നുള്ള ഈ പറഞ്ഞ ആളുകളുടെ ജോലി പോകുന്ന തൊഴിലാളികളെ തൊഴിൽ സംരക്ഷിക്കണം. അതുപോലെ വ്യാജമദ്യം പോലുള്ള ദുരന്തത്തിന് ഇടവരുത്തരുത്. ഇപ്പോൾ ഗുജറാത്തിൽ എത്രയോ വർഷങ്ങളായി നടപ്പാക്കിയിട്ട് പിൻവലിച്ചല്ലോ, പരാജയപ്പെട്ടിട്ട്. ഈ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ പിന്നെ ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങളൊക്കെ പാർട്ടിക്കകത്ത് പോലും ഇതിനകത്ത് വ്യക്തമായ നിലപാട് പിന്നെ ഉള്ളവരാണ്, മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാത്തവരാണ്. അങ്ങനെയുള്ള നിലപാടുണ്ട്. അതൊന്നും കോൺഗ്രസിന് പറയാൻ പറ്റില്ല. ഒന്ന് ചോദിച്ചോട്ടെ ശ്രീ പ്രദീപ് കുമാർ, അതായത് ശ്രീ KM മാണി ഇത് പ്രായോഗികമല്ല എന്നറിഞ്ഞുകൊണ്ടാണല്ലോ ഒരുപക്ഷെ അത് അങ്ങനെ പറയാൻ ആ രീതിയിലല്ലെങ്കിൽ പോലും ഈ ആരോപിക്കുന്ന വിധത്തിലാണെങ്കിൽ മദ്യ മുതലാളിമാരിൽ നിന്നും പൈസ പറ്റുന്നത്. ഇത് പ്രായോഗികമാണ്, മദ്യനിരോധനം ഏർപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അത് പ്രായോഗികമാണെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊന്നും നമുക്കിടയിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല. അപ്പോൾ KM മാണിയെ സംരക്ഷിക്കണോ, UDF ഗവൺമെൻറ്റിനെ നിലനിർത്തണോ, മദ്യ നിരോധനം നടപ്പാക്കണോ, എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ വളരെ കൗതുകരമായ കാര്യമാണ്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ, PC ജോർജ് വളരെ ശക്തമായി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ KM മാണി മദ്യമുതലാളിമാരിൽ നിന്ന് മാത്രമല്ല പെട്രോൾ പമ്പ് കോഴക്കേസും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. പീപ്പിൾ TV ആണ് അത് പുറത്തു കൊണ്ടുവന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് വരാം. ഇപ്പോൾ ഇന്ന് നമുക്കുണ്ടായിട്ടുള്ള പീപ്പിൾ TVക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ KM മാണിക്കെതിരായ പെട്രോൾ പമ്പ് കോഴക്കേസിൽ വിജിലൻസ് ത്വരിതാന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു.